നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂഞ്ഞാറിൽ പള്ളി കോമ്പൗണ്ടിൽ ബൈക്ക് റേസിംഗ് ചോദ്യം ചെയ്ത വൈദികനെ വാഹനമിടിപ്പിച്ച് വീഴ്ത്തിയ സംഭവത്തിൽ 6 യുവാക്കൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. അറസ്റ്റിലായവരുടെ പേര് വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവർ ഈരാറ്റുപേട്ട സ്വദേശികളാണ് എന്ന് മാത്രമാണ് ലഭിക്കുന്ന വിവരം. ലഹരി ഉപയോഗിച്ച ശേഷമാണ് ഇവർ അക്രമം അഴിച്ചുവിട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലാണ് സംഭവം. ദേവാലയത്തിൽ ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് സാമൂഹിക വിരുദ്ധരുടെ പ്രകടനം. പള്ളിയിൽ കൂട്ടമണി അടിച്ചതോടെ ഇടവക ജനം ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം പള്ളിയിലേക്ക് എത്തുകയായിരുന്നു. പരിക്കേറ്റ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ മാർ സ്ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇടവകയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു സംഘം യുവാക്കളാണ് പള്ളിമുറ്റത്ത് അക്രമം കാട്ടിയത്. 8ഓളം കാറുകളും 5 ബൈക്കുകളിലുമായാണ് സംഘം ഇവിടേക്ക് എത്തുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കെ കുരിശടിയിലും മൈതാനത്തും 15ഓളം വരുന്ന സംഘം വാഹന അഭ്യാസ പ്രകടനം നടത്തിയതിനെ ഫാദർ ജോസഫ് ആറ്റുചാലിൽ തടയുകയും അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. വൈദികനും പള്ളി അധികാരികൾക്കും നേരെ സംഘം അസഭ്യവർഷം ചൊരിയുകയും വാഹനം ഇടിപ്പിച്ച് വീഴ്ത്തുകയുമായിരുന്നു. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവർ ലഹരി ഉപയോഗിക്കുകയും പള്ളിയിലെത്തുന്ന പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നതും പതിവാണ്. ഇതിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം പതിവിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പാല ഡിവൈഎസ്പി കെ സദൻ സ്ഥലത്തെത്തിയിരുന്നു. നിരവധി ആളുകളും പള്ളിമുറ്റത്തെത്തിയിരുന്നു. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതരുതെന്നും ഷോൺ പറഞ്ഞു. നോമ്പുകാല ആരാധന തടസ്സപ്പെടുത്തുകയും വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പാലാ രൂപതയും പൂഞ്ഞാർ സെന്റ് മേരീസ് ഇടവകയും ശക്തമായി പ്രതിഷേധിച്ചു. പാലാ ഡിവൈഎസ്പി പി കെ സദൻ, ഈരാറ്റുപേട്ട SHO AP സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പള്ളിയിലെത്തി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പള്ളിയിലെ നിരീക്ഷണ ക്യാമറകൾ സംഭവ സമയത്ത് ഓഫായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം അക്രമി സംഘം എത്തിയ വാഹനങ്ങളുടെ ചിത്രങ്ങൾ പോലീസിന് നാട്ടുകാർ കൈമാറി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നത്. ഇതുപോലെ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ വാഹനങ്ങൾ കൊണ്ടുവരികയും പ്രകാരം ചെയ്യുകയും ചെയ്തിരുന്നു. പറഞ്ഞപ്പോഴൊക്കെ അവർ മടങ്ങിപ്പോയി. അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ആരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇന്ന് ഔദ്യോഗികമായ ഒരാളെ തന്നെ, പള്ളിയുടെ പ്രധാനപ്പെട്ട ആളെ തന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു. അത് വളരെ ശക്തമായ വിഷമം പള്ളിക്കാരായ എല്ലാവർക്കും ഉണ്ടായി. അതിനുള്ള പ്രതിഷേധം, വിഷമം ഞങ്ങളിവിടെ അറിയിക്കുവാൻ അവസരം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം എല്ലാവരുടെയും ഒരു പൊതുവികാരമായിട്ടും എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമായിട്ടും മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ വെച്ചാണ് പള്ളിമണി അടിക്കുകയും പള്ളിയിലുള്ള എല്ലാ ആളുകളെയും ഈ വിവരം അറിയിക്കുകയും ചെയ്തത്. ഇപ്പോൾ രൂപതയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഒരു പ്രതിഷേധ മീറ്റിംഗ് പള്ളിയിൽ കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കൂടി പ്രതിഷേധം അറിയിക്കുന്നതാണ്. രൂപതാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ രൂപതാ കേന്ദ്രം പള്ളിയിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രതിഷേധം കൂടുവാനാണ് ആവശ്യപ്പെട്ടത്. ശബ്ദ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രതിഷേധ റാലി നടത്തരുത്, മൗനമായിട്ട് ഒരു റാലി നടത്തുവാനാണ് പറ്റുമൊക്കെ പൊതുവായ നിർദ്ദേശം. കുഞ്ഞാർ ടൗണിൽ ചെന്ന് ഒരു റാലി നടത്തിയതിനു ശേഷം നമ്മുടെ ഇടവക ജനത്തിൻ്റെ പൊതുവികാരം വരുമ്പോൾ
ക്ഷേമനിധിയും നമുക്ക് കൂടാം. ഒന്നിച്ചൊന്നായി പറയുന്നു അടിച്ചൊതുക്കാൻ നോക്കേണ്ട ഭീഷണിയൊന്നും വേണ്ട സംരക്ഷിക്കും അതാണ് ഞാൻ മെല്ലിച്ചമലായിരുന്നു.